മരുഭൂമിയിൽ അവർ പ്രതീക്ഷിക്കാത്ത മന്ന വെളിപ്പെട്ട ഇടമാ അല്ലേ? സ്തോത്രം. കഴിഞ്ഞില്ല. പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുവാൻ ദൈവം ഇടവരുത്തിയ സ്ഥലമാ മരുഭൂമി കേട്ടോ. അവിടം കൊണ്ടൊന്നും തീർന്നില്ലെന്ന്, മുൻപടയായി പിമ്പടയായി ദൈവ സാന്നിധ്യം വെളിപ്പെട്ട ഇടമാ മരുഭൂമി എന്നുള്ളത്. ആമേൻ, സ്തോത്രം. അവരുടെ കാലിലെ ചെരുപ്പ് എന്ത് ചെയ്തില്ലെന്നാ പറഞ്ഞേ അലക്സേ? തേഞ്ഞു പോയില്ല. അവർ ധരിച്ച ഉടുപ്പ് എന്ത് ചെയ്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞെ? ജീർണിച്ചു പോയില്ല എന്ന് പറഞ്ഞാൽ, ആമേ സ്തോത്രം, അനവധി സംവത്സരങ്ങൾ അതേ മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മേധരമായ ഒരു അനുഭവമായിരുന്നു കനാൻ നാട്ടിലോട്ടുള്ള അവരുടെ യാത്രയിൽ. അവർ ആ മരുഭൂമി എന്ന് അവർ വിളിച്ചപ്പോൾ അവർ സ്തോത്രം അറിയാത്ത ചില പദ്ധതികൾ, അറിയാത്ത ചില ഭക്ഷണങ്ങൾ, അറിയാത്ത ചില സംരക്ഷണങ്ങൾ, അറിയാത്ത ചില ദൈവ പ്രവൃത്തികൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ സ്വർഗം ചെയ്തുവെങ്കിൽ, ഈ പകൽ ഒരു യാത്രയിലായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസി ആമേ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം കടന്നു വരുമ്പോൾ നീ അതിനകത്ത് പരിഭവിപ്പാനിട വരരുത്. ആമേ, മരുഭൂമിയിൽ ഇസ്രായേലിനെ വഴി നടത്തിയ ദൈവം ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ ക്ലേശകരമാ മതി എന്ന് പറയുന്ന ചിലരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടം കൊണ്ട് തീർന്നാൽ മതി. ആമേൻ, ഈ പുസ്തകം ഇവിടം കൊണ്ട് തീരട്ടെ, ഇവിടം കൊണ്ട് ഞങ്ങൾ തീരട്ടെ, എനിക്ക് മടുത്തു, സഹിക്കാൻ പറ്റുന്നില്ല. ഈ നിന്ന ഈ പരിഹാസം എന്ന് പറയുമ്പോൾ സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ മന്ന നൽകി പരിപോഷിക്കുന്ന ദൈവമാ കേട്ടോ. നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല, നിന്നെ ഞാൻ അനാഥരായി വിടുകയില്ല. ഈ മരുഭൂമി ഒരു പക്ഷേ അത് വേദനയായി തോന്നുമായിരിക്കാം, പക്ഷെ അതിനകത്തൊരു ദൈവ പ്രൊവിഷൻ ഉണ്ട്, ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആമേൻ, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ റിസർവ് ബാങ്ക് പോലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.